അപ്പൊ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂര് എക്സിബിഷൻ സ്റ്റാർട്ട് ആകാൻ പോണത്, അതായത് ഏപ്രിൽ 10-ാം തീയതി സ്റ്റാർട്ട് ആകാൻ പോണത്. ഏപ്രിൽ 10 ആകുമ്പോഴേക്കാണ് എല്ലാ കടകളും സെറ്റ് ആവുള്ളൂ അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഉണ്ട്, സ്റ്റാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷെ അധികം കടകളൊന്നും ആയിട്ടില്ല, കുറച്ച് കടകൾ വന്നു. നിങ്ങൾ കാണുന്ന ഏപ്രിൽ 8 2 ദിവസം കൂടി, 2 ദിവസം മാത്രം. അതെ, അപ്പൊ ഏപ്രിൽ 10-ാം തീയതി മുതൽ എല്ലാ കടകളും ഫുൾ ആവുന്ന പറഞ്ഞത്. അപ്പൊ ഏപ്രിൽ 10-ാം തീയതി നമുക്ക് അതിന്റെ വലിയൊരു വീഡിയോ വരും നമ്മള്. അപ്പൊ അതിന്റെ എക്സിബിഷനോടനുബന്ധിച്ച് തന്നെ എക്സിബിഷന്റെ ഫ്രണ്ടേജ് അത് കിടക്കാൻ ചെയ്തത്, അത് ശരിക്കും നമ്മൾ വടക്കുന്നാഥൻ അമ്പലത്തിന്റെ ആ ഒരു രീതിയിലാണ് കംപ്ലീറ്റ് പണിതിരിക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു ദേവീ ക്ഷേത്രം പോലെ ആണ് ഇപ്പുറത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മറ്റേ കമാനം എന്ന് പറഞ്ഞാൽ കിട്ടില്ല, കമാനം നോക്കാനില്ല. ആ ഒരു വടക്കുന്നാഥന്റെ ഫ്രണ്ടേജ് അതേപോലെ ക്രാഫ്റ്റ് രീതിക്ക് പണിതിരിക്കണ ഭംഗിയാണ്. നല്ല ഇടുപ്പിലല്ലേ ശരിക്കും, ഇത് ഭയങ്കരമാണ്. അതുവരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന വലിപ്പം നമുക്ക് 2 അടി മാറണുള്ളൂ. പക്ഷെ ഇതിനുള്ളില് നമ്മള് പ്രതീക്ഷിച്ച പോലെയല്ല. ഈ റൗണ്ടിന്റെ പകുതി റൗണ്ടിന്റെ തേക്കിൻകാട് മൈതാനത്ത് നമുക്കറിയാലോ വലിപ്പത്തിനായിട്ട്, അതിന്റെ പകുതി മൊത്തം എക്സിബിഷന് എടുത്തേക്ക് ആലോചിക്കുക. അതിന്റെ പകുതി തൊട്ട് അവസാനിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് എൻട്രി അവസാനിക്കുന്നത്. ആലോചിക്കാൻ 1000 കടകളാണ് അതിന്റെ ഉള്ളില്, കാണാൻ മാത്രണ്ട്, മേടിക്കാൻ മാത്രം പോലെയാണ്. കടകളെല്ലാം ഫുൾ ആവണമെങ്കിൽ, കംപ്ലീറ്റ് കടകൾ വരണമെങ്കിൽ 10-ാം തീയതി ആവും. അപ്പൊ 10-ാം തീയതിയാണ് ഉദ്ഘാടനം. അതായത് തുടങ്ങുന്നത് 10-ാം തീയതിയാണ്. ഉദ്ഘാടനം ഏപ്രിലിനെ തുടങ്ങിയായിരുന്നു, കഴിഞ്ഞായിരുന്നു. പക്ഷെ ഈ ഒരു ഭംഗിയുണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്ന് ആലോചിക്കാം. എന്റെ എടുപ്പ വടക്കുന്നാഥനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് തൃശ്ശൂർ പൂരം 2026 ഏപ്രിൽ 26-ാം തീയതിയാണ്. അപ്പൊ ഏപ്രിൽ 10 എക്സിബിഷൻ, 16 ദിവസം മുൻപാണ് അപ്പൊ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടാവുക. അപ്പൊ 15-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിഷു ആണ്. അപ്പൊ വിഷുവിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനം എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി, എല്ലാം കിട്ടും. അത് മാത്രമല്ല ഇപ്പൊ വെക്കേഷനാണ്, സ്കൂൾ അവധിയാണ്. പിള്ളേരനൊക്കെ കൂട്ടി വന്നാണല്ലോ, അടിപൊളി എൻജോയ്മെന്റ് ആണ്. രാവിലെ അങ്ങോട്ട് കേറി കഴിഞ്ഞാല് വൈകിട്ട് ഇറങ്ങിയാൽ മതി, അതുപോലെ കാണാണ്ടാവും അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സംഭവങ്ങള്. ആവശ്യമുള്ള പർച്ചേസ് ചെയ്യാം. നമുക്ക് എന്തെന്നാ പറയണ്ടേ, എല്ലാ കാര്യങ്ങളും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അടിപൊളിയാണ്. എത്തുമ്പോഴാണ് ഫുഡ് കോർണർ വരിക, അടിപൊളിയാണ്. ജെയിന്റിവിയിലേക്ക് ആയിട്ട് അടിപൊളിയാവും മറ്റേ സംഭവങ്ങളൊക്കെ. പിന്നെ അത് മാത്രല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനമുള്ള കാഴ്ചകള്. പിന്നെ ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേട്ടൻ വന്നിട്ട് മോനെ ഇട്ടന്ന് കൈ കൊള്ളാം, നല്ല ടാനാണല്ലോ എന്നുകൊണ്ട് സോപ്പൊക്കെ വാരി തേച്ച് കഴി നോക്കുമ്പോ വെളുത്തു. വീഡിയോയിലല്ലേ നമ്മള് കണ്ടുള്ളൂ, ഇത് റിയൽ ആയിട്ട് അത്രയ്ക്ക് റിയൽ. അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ കൗതുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ ചിരിക്കാം, അത്ഭുതപ്പെടാം. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ എത്ര പേരെ കണ്ടു, പ്രണവ് മോഹൻലാലിന്റെ ബാഗ് കണ്ടു, അതുപോലെ തന്നെ തമിഴ്നാട് കണ്ടു, കിടൂപ്പിലാണ് ഞാൻ. പിന്നെ നമ്മുടെ എന്താണ് മറ്റേ അബിക്കും പിള്ളേരും പറഞ്ഞൊരു ടീം, അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. കാരണം ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, അതായത് കംപ്ലീറ്റ് ഫ്രണ്ട്സ് ആയിട്ട് അവര് വന്നിട്ടാണ്. അപ്പൊ മറ്റേ എന്താ പറയുക, അബിക്കും പിള്ളേരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഗ്യാങ്ങാണ്. അങ്ങനെ സെറ്റ് ആയിട്ടാണ് കടകളൊക്കെ. പിന്നെ വേറെ കാര്യം നമ്മൾ ആലോചിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ മറ്റേ 24 മണിക്കൂറില്ലേ കട, 4 മണിക്കൂർ ഉണ്ടോന്ന് അറിയില്ല. രാത്രി മാക്സിമം 11 മണി 10 വരെ ഉണ്ട്. അതിന് മുൻപ് അടക്കി ചിലപ്പോ, കാരണം അതൊരു പ്രശ്നമാണല്ലോ. അങ്ങനെ വല്ലാണ്ട് ലേറ്റ് ആക്കാനും പറ്റില്ല. കാരണം ഇവിടെ ലഗേജ് കൗണ്ടർ ലഗേജ് വെക്കാനുണ്ടല്ലോ, ഒരു മാക്സിമം ടൈം ഉണ്ട്. ആ ടൈമിൽ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇത് കൊച്ചിൻ ദിവസം കൂടിയാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ വിഷുക്കാലം അടിച്ചു പൊളിക്കാം. പിന്നെ ഈ അതായത് 10-ാം തീയതി എക്സിബിഷന്റെ എല്ലാ കടകളും സ്റ്റാർട്ടാക്കി എല്ലാവർക്കും വന്നിട്ട് എക്സിബിഷൻ അടിച്ചു പൊളിക്കാം. അത് കഴിഞ്ഞ 15-ാം തീയതി വിഷു അടിച്ചു പൊളിക്കാം. അത് കഴിഞ്ഞ തൃശ്ശൂർ പൂരം 26-ാം തീയതി തൃശ്ശൂർ പൂരം അടിച്ചു പൊളിക്കാം. ഞാൻ പൊള്ളിയാണ് മേളങ്ങാട്ട്. തൃശ്ശൂർ പൂരം കലക്കും.
അപ്പൊ നിങ്ങൾക്ക് കാക്കണമെങ്കിൽ കലക്കല്ല, നമ്മള് പൊളിക്കും നമ്മള് കലക്കെന്ന് പറയുമ്പോ രണ്ടർത്ഥത്തില്ല സോറി. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളും വരിക, വീഡിയോ കണ്ടിട്ട് നിങ്ങളെ എൻജോയ് ചെയ്യും പരമാവധി തൃശ്ശൂർ പൂരം. അപ്പൊ നമ്മുടെ ഈ എക്സിബിഷന്റെ കവാടം കണ്ടു നോക്കിയാൽ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, കാരണം 10-ാം തീയതി നമ്മൾ എന്തായാലും കയറണം, അതിന് മുന്നേ കയറുന്നുണ്ട് കടകളൊന്നും തുടങ്ങാറുള്ളൂ, അത് വേണ്ട. അപ്പൊ നമുക്ക് ഈ എക്സിബിഷന്റെ ഈ കാരണം ഈ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത് വിടുന്ന കാണാം. ഇവിടെ നല്ല വെയിലും ഉണ്ടാകുമ്പോ അവിടെ കുറച്ച് അടുത്തുണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel lie, oh. We just they move to the rhythm, oh. Yeah, we just they leave it, oh. Yeah, we just they leave it, oh. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവമ്പാടി ആൻഡ് പാറമേക്കാവ്, അതായത് ഈ രണ്ട് ഗ്യാങ്ങും കൂടിയിട്ട് ഇവര് തമ്മില് മത്സരം എന്നങ്ങനെ പറയാം. മത്സരം തമ്മിൽ പ്രശ്നമില്ല, മത്സരമായിട്ടില്ല, എന്നാലും അതൊരു ആചാര ചടങ്ങായിട്ട് നടത്തുന്ന സംഭവം അത്. അപ്പൊ ഇവരും 30-60 അതായത് വേറെ കാര്യം കൂടി ഉണ്ട്. കൊടമാറ്റം ഉണ്ടല്ലോ, കൊടമാറ്റം പാറേമക്കാവിന്റെ കൊട തിരുവമ്പാടിക്കാർ അറിയില്ല എന്താ ഉണ്ടാക്കണെന്നുള്ളത്. തിരുവമ്പാടി ഉണ്ടാക്കണ കൊട പാറേമക്കാവുകാർക്ക് അറിയില്ല. അതാ തൃശ്ശൂർ പൂരത്തിന് അന്ന് കൊടമാറ്റ സമയത്ത് തന്നെ അറിയുള്ളൂ പാറേമക്കാവ് ഉയർത്തുന്ന കൊട ഏതാണെന്നും തിരുവമ്പാടി ഉയർത്തുന്ന കൊട ഏതാണെന്നും. രണ്ടുപേരും മത്സരം തന്നെയാണ്, മത്സരം തന്നെയാണ്. അപ്പൊ പാറമേക്കാവില് നമ്മള് കഴിഞ്ഞ പാറമേക്കാവില് തിരുവമ്പാടി. അപ്പൊ പാറമേക്കാവില് ആനച്ചമയുണ്ട്, ആനച്ചമയ. അതായത് ഇവിടെ ആന ഉണ്ടാവുമല്ലോ തൃശ്ശൂർ പൂരത്തിന്. അപ്പോ 15 ആനയല്ലേ, 15 30 ആന. അപ്പൊ 15 ആനയ്ക്കുള്ള ചിപ്പട്ടം, ആനവട്ടം, അതുപോലെ തന്നെ വെഞ്ചാമരം, പിന്നെ മുത്തുകുട, ഇത്ര ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ അത്യാവശ്യം കുടകളൊക്കെ ഇങ്ങനെ ചാരി അത് പൂരത്തിന്റെ തലേദിവസം, കുറച്ച് ദിവസം ഇല്ല, തലേദിവസം വിൽക്കാം. ഒരൊറ്റ ദിവസം വിൽക്കുള്ളൂ. തലേദിവസം നമ്മൾ 2 കാലത്തോടും വേണ്ട ക്ലാഷ് ആയി പോയി. അന്ന് തന്നെ അവിടെ വെക്കുന്നത്, നമ്മുടെ തിരുവമ്പാടിയിലും അന്ന് തന്നെ വെക്കണത്. അപ്പൊ അത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അത് അങ്ങനെ ഇവിടെ മാത്രം ഉണ്ട്, നമ്മുടെ മറ്റേ എന്താ പറയുക തൃശ്ശൂർ പാറയമക്കാവിലും അതുപോലെ തിരുവമ്പാടിയിലും മാത്രമാണ് അങ്ങനെ വെച്ചിരുന്നത്. ഇപ്പൊ ഒരുവിധം അപ്പൊ 1-2 സ്ഥലത്ത് ഞാൻ കണ്ടു ഇങ്ങനെ അമ്പലത്തിൽ വെക്കുന്നത്. അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. തന്നെ ഈ കുടലിങ്ങനെ സൈഡ് ഇങ്ങനെ വെക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആന നിർത്തുന്നത് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ വെഞ്ചാമരൊക്കെ വെച്ച് നല്ല രസമാണായിട്ട്. നല്ല വെയിലുണ്ട്, പിന്നെ കുറെ കുടകളും ഉണ്ട്. അതുപോലെ ഇഷ്ടം പോലെ കുടകൾ ഇങ്ങനെ കുത്തി വെക്കുകയും ചെയ്യും. അതൊക്കെ നല്ല രസം കാണാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചയിലേക്ക് പോവാം. പാറമേക്കാവ് കാര്യം മറക്കരുത്, ഞങ്ങളതിനെ വീഡിയോ അതുപോലെ തന്നെ വേറെ കാര്യം വേറെന്താ കാര്യം, അതായത് പാറയമക്കാവില് തൃശ്ശൂർ പൂരം തലേ ദിവസം കുറെ ആനകൾ വരും. പാറയമക്കാവില് കുറെ ആനകള് വരും. ആ ആനകളെ മൊത്തം ഈ പാറയമക്കാവ് അമ്പലത്തിന്റെ ആ സൈഡില് കൊടന്ന് അവിടെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും എല്ലാ പരിപാടികളും അവിടെ വെച്ചിട്ടാണ് വഴി. അതിനോട് അതെ. അപ്പൊ ആദ്യം ആനപ്പൂരം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണത്. അതിന്റെ വീഡിയോസ് നമ്മളിടും. അപ്പൊ അത് മിസ് ചെയ്യേണ്ടവരിക്കില്ല, അത് സംഭവമാണത്. മിസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാ പിന്നെ അപ്പൊ നമ്മുടെ എക്സിബിഷന്റെ അടുത്തെത്തി. ഈ എക്സിബിഷന്റെ ആ ഒരു കവാടത്തിന്റെയും ഞങ്ങളുടെ ഹൈറ്റും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. ഞങ്ങളൊക്കെ പൊടി കുപ്പുകള് അത്രയും വലിപ്പം ഉണ്ടാവില്ല നോക്കിയാ. അപ്പൊ അത്രയും വലുതാണത്. ശരിക്ക് നമ്മളെന്താ പറയണ, ശരിക്കും അതല്ലേ അതായത് ആ നമ്മുടെ വടക്കുന്നാഥന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടേജ് ചെയ്തിട്ടില്ലേ, ശരിക്കും മരം കൊണ്ട് ചെയ്ത ആ ഒരു ഫീല് കൊത്തുപണികളൊക്കെ ചെയ്തിട്ട പോലെ അത്ര രസമായിട്ട് അതൊക്കെ ചെയ്തിരിക്കുന്നവര്. കാരണം അതിന് പ്രത്യേക കുറച്ച് പൊടിപ്പണികളും കൂടി ഉണ്ട്. കാരണം ഇത് ഇന്ന് എത്രാം തീയതി, ഇന്ന് 7-ാം തീയതി, കുറച്ചു ദിവസം ഉദ്ഘാടനം ചെയ്തിട്ട്. അപ്പൊ തൃശ്ശൂർ പൂരം 26-ാം തീയതി. അപ്പൊ പൂരം കഴിഞ്ഞിട്ടും 1 മാസം കൂടി ഉണ്ടാവും. അപ്പോ ഈ 2-3 മാസം ഉണ്ടാവും എക്സിബിഷൻ. അപ്പൊ ആ സമയത്ത് 2 മാസം ഉണ്ടാവും എക്സിബിഷൻ. അപ്പൊ ആ സമയത്ത് എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം. ആലോചിക്കേ, ആ വടക്കുന്നാഥിന്റെ കൊത്തുപണി അങ്ങനത്തെ പണികൾ ആലോചിക്കേ, എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളവരുടെ ചെറിയ ഒരു പൊടിക്കൈകളുണ്ട്. അതൊരു സ്പെഷ്യൽ സാധനം. അത് കാണുമ്പോ എന്താ സാധാരണത്തെ മരം കൊണ്ട് അല്ലെങ്കിൽ ഈ ഫ്ലവർ കാണുമ്പോ നമ്മള് ധർമാക്കൾ ഉണ്ടാക്കിയല്ലേ കാണുമ്പോ തോന്നാം. കാണുമ്പോ നല്ല ഉറപ്പാണ് ഫീൽ ചെയ്യില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
പക്ഷെ മഴയത്ത് ഒലിച്ചു പോകില്ല, ഒരു പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ കിടുക്കാച്ചിട്ടാണ് അവര് പണിതുണ്ടാവും. നല്ല പഠിത്തരം നമ്മളെ സിനിമയിലൊക്കെ കാണാൻ മനയൊക്കെ പോലെ അടിപൊളിയായിട്ട് ചെയ്തേക്കണ സംഭവം. അതെ, എന്തായാലും കൊള്ളാം. വേറെ ചെയ്ത പണിക്കാരൊക്കെ ഞങ്ങളുടെ വക സ്പെഷ്യൽ അടിപൊളി. അത് ഓരോ വർഷം വ്യത്യസ്തമായിട്ട് ചെയ്യവര്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യവര്. പ്രാവശ്യം കലക്കി. അപ്പൊ നമ്മള് വെയിലൊക്കെ കഴിഞ്ഞൊരു തണലുള്ള സ്പേസിലേക്ക് എത്തി. അതെ, സ്ഥലത്തേക്ക് എത്തി. എവിടെന്ന് വെച്ചാൽ നമ്മുടെ വടക്കുന്ന അത് വയ്ക്കും. ഇവിടെ ഞങ്ങള് ഇപ്പൊ ഇങ്ങനത്തെ തൃശ്ശൂർ പോലെ നമ്മള് ചിലപ്പോ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട പരിപാടിക്ക് വരുന്നതുകൊണ്ടാവും ചിലപ്പോ ഇങ്ങനത്തെ കാഴ്ച കാണല്ലേ. പ്രധാനപ്പെട്ട പരിപാടിക്ക് വേണ്ടി മാത്രമാവും ചിലപ്പോൾ ഇവിടെ അലങ്കരിക്കുന്നുണ്ടാവും. അലങ്കാര ഗോപുരം അല്ലത്. നോക്കി കാണാൻ നോക്കി ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കട്ടെ. കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അവിടെ ഉത്സവം വരുമ്പോ ഒന്ന് റിനോവേഷൻ ചെയ്യും മൊത്തത്തില്. ശരിയായി അടിപൊളിയാക്കി. എനിക്ക് എന്ത് രസം നോക്കി. കാരണം എന്താ വെച്ചാൽ ഇവിടെ സാധാരണത്തെ സാധനം വെച്ചിട്ടുണ്ടല്ലോ, സാധാരണ മറ്റേ സംഭവം ഉണ്ടല്ലോ, വെള്ളക്കുള്ള സാധനം വെച്ചിട്ട് അതിൽ കൂടെ മരവെളുപ്പല്ല അല്ല. ഇത് ആ പണി നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഒറിജിനൽ ഇല്ലേ, അത് നടന്നുകൊണ്ടിരിക്കുക പണി. അവിടെ ശരിക്കും ഉണ്ടാകുന്ന മരങ്ങളൊക്കെ ഇല്ലേ, അലങ്കാര ഗോപുരം അല്ല. അപ്പൊ അല്ല, ഇത് ഒറിജിനൽ ഗോപുരമാണ്. ഒറിജിനൽ ഗോപുരമാണ്. ഒറിജിനല് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതെന്തെങ്കിലും എവിടെയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ കുറെ ആയില്ലേ തൃശ്ശൂരല്ലേ, വടക്കാലം കുറെ ആയില്ലേ, അത് കൃത്യമായിട്ട് നിലനിർത്തണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എന്തായാലും അത് കൊള്ളാം, നല്ല പരിപാടി. ഞങ്ങൾ വിചാരിച്ച അലങ്കാര ഗോപുരമാണ്. അല്ല, ഇതിവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അത് ഓരോ വർഷം ഉത്സവങ്ങൾ വരുമ്പോ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. അപ്പൊ നേരെ നോക്കിയാൽ കാണുന്നതാണ് നമ്മുടെ പാറയമക്കാവ് അമ്പലം. അതില് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന പാറയമക്കാവ് അമ്പലം. അടിപൊളിയല്ലേ? അതെ. അപ്പൊ നമ്മള് എക്സിബിഷന്റെ വീഡിയോ 10-ാം തീയതി ശേഷം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തൃശ്ശൂർ പൂരം തലേ ദിവസം പാറയമക്കാവിൽ ഒരു വീഡിയോ ഉണ്ട്, അത് വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാം വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോയില്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എക്സിബിഷൻ മറക്കണ്ട. യെസ്.